നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറിയ അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. വേലുപ്പാടം കിണർ സ്റ്റോപ്പിൽ നിന്നും കലവറക്കുന്നിലേക്കുള്ള റോഡിലെ സൗഹൃദ നഗർ മുതൽ പഞ്ഞിക്കാരൻ മൂല വരെയുള്ള ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യം. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 മുതൽ 21 വരെ നടക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി ബുധനാഴ്ച കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റം പലപ്പോഴും അതിരുവിടുന്നുണ്ടെന്ന ആരോപണത്തിനിടെ സൗഹൃദ പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ മനം കവർന്ന മാതാ ബസിന്റെ ജീവനക്കാരെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴി തടഞ്ഞ കബാലി. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് പത്തടിപ്പാലത്തിൽ വെച്ച് കബാലി വാഹനങ്ങൾ തടഞ്ഞത്. തൃക്കൂർ പഞ്ചായത്തിൽ അശരണരായ രോഗികളെ സഹായിക്കുന്നതിനായി യുവാക്കളുടെ സഹകരണത്തോടെ പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മ ആരംഭിച്ചു. തൃക്കൂർ പള്ളിയറയിൽ ആരംഭിച്ച ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറി അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവായി. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറിയ ബസ് റോഡിന് കുറുകെയായി നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻവശം റോഡിന്റെ ഒരറ്റത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടം ഒഴിവായി. ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് അല്പനേരം ഗതാഗത തടസ്സം നേരിട്ടു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലുപ്പാടം കിണർ സ്റ്റോപ്പിൽ നിന്നും കലവറക്കുന്നിലേക്ക് റോഡിൽ സൗഹൃദ നഗർ മുതൽ പഞ്ഞിക്കാരൻ മൂല വരെയുള്ള ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യം. നിരവധി കുടുംബങ്ങളുള്ള മേഖലയിൽ റോഡ് ശോച്യാവസ്ഥയിലായതോടെ നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന റോഡാണ് ഇത്. ഈ മെയിൻ റോഡ് ഇങ്ങനെ ഉള്ള കാരണം ഒരു വണ്ടി ഇങ്ങോട്ട് പറഞ്ഞില്ല. 3 മാസം മുന്നേ പെട്ടെന്ന് എനിക്ക് നെഞ്ചിൽ വേദന വന്നിട്ട് അറ്റാക്ക് വന്നിട്ട് രാത്രി ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ വരെ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട്. കാരണം മെയിൻ റോഡ് ഇങ്ങനെ ഉള്ള കാരണം അവസാനം ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇവിടെ പോയി. അപ്പോൾ ഈ മെയിൻ റോഡ് നേരെ ആക്കിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ജീവൻ പോവും. മനസ്സിലായ? ആദ്യം ഈ മെയിൻ റോഡ് നന്നാക്കാം. കിണറിന് അവിടുന്ന് കലർകുന്ന് ആശുപത്രിയിലേക്ക് വരുന്ന പ്രധാന വഴിയാണ്. അവിടെ സൗഹൃദ നഗർ എന്ന സ്ഥലം മുതൽ പഞ്ഞിക്കാരൻ മൂല വരെ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വളരെയധികം നാശമായിട്ട് കിടക്കുകയാണ്. ഇതിനപ്പുറത്ത് പഞ്ഞിക്കാരൻ മൂലയുള്ള ഭാഗങ്ങളും ഈ സൗഹൃദ നഗറിൻ്റെ അപ്പുറത്തും റോഡ് ടാർ ചെയ്തപ്പോൾ ഈ ഒരു കഷ്ണം മാത്രം ഇട്ടിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ മൊത്തം വളരെ ദുരിതത്തിലാണ്. ഇവർ പറയുന്നു ഇവിടെ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത സാഹചര്യമാണ്. ഒരു ഗർഭിണികൾക്ക് ഒന്ന് വണ്ടിയിൽ യാത്ര ചെയ്യാൻ വയ്യ. ഒരു അറ്റാക്ക് രോഗിനെ കൊണ്ടുപോയിട്ട് ഈ കൊണ്ടും കുഴിയും ചാടി അവരവിടെ എത്തുമ്പോഴേക്കും മരിക്കുമോ നേരെ പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നുണ്ട്. ഈ കുറച്ച് ഭാഗം എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്തെ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പരാതി നൽകി. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 മുതൽ 21 വരെ നടക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി ബുധനാഴ്ച കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മുതൽ കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടക്കുന്ന സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യനും സംഘാടക സമിതി തൃശൂർ ജില്ലാ രക്ഷാധികാരിയുമായ സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ്, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, സ്വാമി നന്ദാത്മജ, സ്വാമി വേദാമൃതപുരി, സ്വാമി ശുദ്ധവിഗ്രഹാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി,
സത്യൻ കുറുവത്ത്, MV മധുസൂദനൻ, PP സുരേഷ്, M സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റം പലപ്പോഴും അതിരുവിടുന്നുണ്ടെന്ന ആരോപണത്തിനിടെ സൗഹൃദ പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ മനം കവർന്ന മാതാ ബസിന്റെ ജീവനക്കാരെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു. കഴിഞ്ഞ 30 വർഷമായി കല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് മാതാ. ബസിൽ കണ്ടക്ടറും ഡ്രൈവറുമായി ജോലി ചെയ്തു വരുന്ന ജോയ്, ഷാജു എന്നിവർക്കാണ് കല്ലൂർ ആലങ്ങാടിൽ ആദരം നൽകിയത്. ജീവനക്കാരുടെ യാത്രക്കാരോടുള്ള മാന്യമായ പെരുമാറ്റം, അമിത വേഗത്തിലല്ലാത്ത സുഗമമായ യാത്ര, യാത്രക്കാരോടുള്ള പരിഗണന എന്നിവയാണ് ജനത്തിന്റെ മനസ്സ് കവർന്നത്. തിരക്കേറിയ സ്കൂൾ, ഓഫീസ് സമയങ്ങളിലും വിദ്യാർത്ഥികളോടും മാന്യമായ പെരുമാറ്റമായിരുന്നു ജീവനക്കാരുടേത്. കല്ലൂർ ആലങ്ങാടിൽ ഫിലിം ആൻഡ് കൾച്ചറൽ പ്രൊമോഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കബീർ സലാല, സെക്രട്ടറി സുമ അജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ സലീഷ് ചെമ്പാറ, സൈമൺ നമ്പാടൻ എന്നിവർ ആദരിച്ചു. സംഘടനാ എക്സിക്യൂട്ടീവ് അംഗം പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദ യുവ സംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത്, പുനർജീവൻ സോഷ്യൽ സർവീസ് ഡയറക്ടർ മാത്യൂസ് ചുങ്കത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ജോയ് കാവിൽ, KR ഷിനിൽകുമാർ, ആൻഡോ, തണൽ സംഘടനാ പ്രസിഡന്റ് KP ജോസ്, ആലങ്ങാട് റബ്ബർ സൊസൈറ്റി പ്രസിഡന്റ് KT ടോമി, ഓട്ടോ തൊഴിലാളി പ്രതിനിധി ജോജു ചാഴുക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. സൗമ്യമായ ചിരിയിലൂടെ, ഒരു സ്നേഹനിഷ്ഠത്തിലൂടെ 2 ദിവസം സ്ഥിരമായി വരുന്ന യാത്രക്കാരെ കണ്ടില്ലെങ്കിൽ ഇന്നലെ കണ്ടില്ലല്ലോ എന്തുപറ്റി എന്ന് ചോദിക്കുന്ന ഒരു കൂടപ്പറപ്പിനെ പോലെ ഇടപഴകുന്ന ഇത്തരം ജീവനക്കാർ സമൂഹത്തിന് മാതൃകയാണ്. എന്തായാലും വളരെ മാതൃകപരമായ ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരിലേക്കും ഇത്തിരി മാതൃകപരമായ ജോലി, ഒരു പരാതിയോ ഒരു കുറ്റമോ ഇല്ലാതെ കണ്ട് ഇത്ര വർഷക്കാലം ഒരേ റൂട്ടിൽ ഒരേ ബസ്സിൽ തന്നെ ജോലി അനുഷ്ഠിച്ചത് വലിയൊരു കാര്യം തന്നെ. പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് തൃശൂർ ACP ഓഫീസിലേക്ക് BJP സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൃശൂർ ACP ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. P ശശിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊക്കെ കേരളത്തിൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന കാര്യം തുറന്നു പറയണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴി തടഞ്ഞ് കബാലി. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് പത്തടിപ്പാലത്തിൽ വെച്ച് കബാലി വാഹനങ്ങൾ തടഞ്ഞത്. റോഡരികിൽ നിന്നിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറുവാഹനങ്ങളും KSRTC ബസ് ഉൾപ്പെടെ കുടുങ്ങുകയും ചെയ്തു. എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിക്കുകയും ചെയ്ത ആന ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച ശേഷം പിന്നീട് വനത്തിനകത്തേക്ക് കയറിപ്പോയി. കുറച്ചു നാളുകളായി ആനക്കൈ മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് കാട്ടുകൊമ്പൻ കബാലി. ഇടയ്ക്ക് കാട് കയറുമെങ്കിലും വീണ്ടും തിരിച്ചെത്തുകയും ചെയ്യും. പുതുക്കാട് സർവീസ് പെൻഷൻ വിവരങ്ങൾ സമാഹരിക്കുന്നതിന്റെ 1ാം ഘട്ടമായി കൊടകര ബ്ലോക്കിൽ നിന്നുള്ള 1000 പെൻഷൻകാരുടെ ഡാറ്റ ഷീറ്റ് പുതുക്കാട് ട്രഷറി ഓഫീസർ MK അജിത ഏറ്റുവാങ്ങി. വരന്തരപ്പള്ളി, മറ്റത്തൂർ, കൊടകര, പുതുക്കാട്, നെന്മണിക്കര, തൃക്കൂർ, അളഗപ്പ നഗർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ താമസക്കാരായവരുടെ വിവരങ്ങളാണ് സമാഹരിച്ചിട്ടുള്ളത്. സബ് ട്രഷറി പരിസരത്ത് ചേർന്ന യോഗത്തിൽ KSSPU ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, P തങ്കം, TA വേലായുധൻ, KM ശിവരാമൻ, K സുകുമാരൻ, PV ശാരംഗൻ, ആൻറ്റു മലയാറ്റി, CN വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു. മഹിളാ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. പാലക്കപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മഹിളാ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺസൺ പതാക ഉയർത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചെയ്തു. ഷമീറ ഷാഹുൽ ഹമീദ്, അനു പനങ്കൂടൻ, ഗിഫ്റ്റി ഡെയ്സൺ, റോസി ജോണി നമ്പാടൻ, സന്ധ്യ, ദീപ ജോൺസൺ, കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിൽ അശരണരായ രോഗികളെ സഹായിക്കുന്നതിനായി യുവാക്കളുടെ സഹകരണത്തോടെ പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചു. തൃക്കൂർ പള്ളിയറയിൽ ആരംഭിച്ച ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മ പ്രസിഡന്റ് ജോജോ കൈത്താരം അധ്യക്ഷനായി. പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജീർ ബാബു നിർവഹിച്ചു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണയത്ത്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ഇന്ദിരാഗാന്ധി സഹകരണ സംഘം പ്രസിഡന്റ് ധർമ്മദാസൻ അവണാളി, ഷെന്നി ആൻഡോ പനോക്കാരൻ, വിനോദ് ഞാണൂർ, അഖിൽ കെ മേനോൻ, ശ്രീനാഥ് തൃക്കൂർ, ജോൺ പോൾ കൂടലി, ജോബി നെരേപ്പറമ്പിൽ, ഷാജഹാൻ കാവല്ലൂർ, സിജിൽ അലക്സ് എന്നിവർ പ്രസംഗിച്ചു. സ്വന്തം രോഗാവസ്ഥയെ മറന്നുവെച്ച് ഒരു മനുഷ്യായുസ്സിലെ മുഴുവൻ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിച്ചനുഭവിക്കുന്ന ജോണിച്ചേട്ടൻ ഇപ്പോൾ പൊരുതുന്നത് ജീവിതം നിലനിർത്താനായാണ്. ഭാര്യയുടെ ഡയാലിസിസിനും മരുന്നുകൾക്കും പോലുമുള്ള മാർഗം കണ്ടെത്താൻ വലയുന്ന ഈ ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തൃക്കൂർ സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളി 51-കാരൻ പ്ലാക്കൻ ജോണിയുടെ മുഖത്ത് ഇപ്പോഴും ഒരു ചെറിയ തിളക്കം ബാക്കി നിൽപ്പുണ്ട്. ഈ ജീവിത പരീക്ഷയിൽ തളരില്ലെന്ന പ്രതീക്ഷയുടെ തിളക്കം. അത് അണയാതിരിക്കണമെങ്കിൽ കടക്കാനുള്ളത് വലിയ കടമ്പയാണ്. അതിനായി കനിവുള്ള സുമനസ്സുകളുടെ കരുതൽ ഇവർക്ക് ആവശ്യമാണ്. 23 വർഷമായി ജോണിയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം വാടക വീടുകളിലാണ് താമസം. ഭാര്യ ഷൈനിക്ക് 2.5 വർഷം മുൻപാണ് വൃക്കരോഗം പിടിപെടുന്നത്. വൃക്കകൾ ചുരുങ്ങി ഒട്ടിയ നിലയിലാണ്. 2 വർഷമായി സ്ഥിരമായി ഡയാലിസിസ് തുടരുന്നു. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. വൃക്കകൾ മാറ്റിവെക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയും ഇവർക്കില്ല. ഇതിനിടയിൽ ഷൈനിക്ക് ഹൃദയത്തിനും തകരാറ് സംഭവിച്ചു. ഭാര്യയെ പരിചരിക്കാൻ നിൽക്കേണ്ടതിനാൽ ജോണിച്ചേട്ടന് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. എൻ്റെ ഭാര്യ ഷൈനിക്ക് വൃക്ക സംബന്ധമായ രോഗമാണ്. ആഴ്ചയിൽ 3 ഡയാലിസാണ്. അത് എലൈറ്റ് ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. വിനോദ് പി ബാബുരാജ് എന്ന് പറഞ്ഞ സാറിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ആൾക്ക് അറ്റാക്കും ഫിക്സിൻ്റെ രോഗമൊക്കെ ഉണ്ട്. 2 പ്രാവശ്യം അറ്റാക്കും 2 പ്രാവശ്യം ഫിക്സൊക്കെ വന്നു പോയതാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഉദാരമായ സംഭാവനകളും ആവശ്യമായി വന്നിരിക്കുകയാണ്. നേരത്തെ അളഗപ്പനഗർ പഞ്ചായത്ത് പരിധിയിൽ താമസിച്ചിരുന്ന കുടുംബത്തിന് പഞ്ചായത്തിൻ്റെ ചെറിയ ധനസഹായം ലഭിച്ചിരുന്നു. കടം വാങ്ങിയും സുമനസ്സുകളുടെ സഹായത്താലും ഇതുവരെ ഇവർ മുന്നോട്ടു പോയി. 25 ലക്ഷത്തോളം കടബാധ്യതയിലാണ് താനെന്ന് ജോണി പറയുന്നു. 2 വർഷം മുൻപ് പഞ്ചായത്തിൽ നടത്തിയ മെഡിക്കൽ സ്ക്രീനിങ്ങിലാണ് ജോണിക്ക് ആമാശയത്തിൽ ചെറിയ കുമിളകൾ കണ്ടെത്തിയത്. ആരോഗ്യത്തെയും ദഹനാവസ്ഥയെയും ബാധിച്ചതോടെ തുടർ പരിശോധനകൾ നടത്തി. അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നും ഇല്ലെങ്കിൽ ഇത് ക്യാൻസറിന് കാരണമാകുമെന്നും ഡോക്ടർമാർ പറഞ്ഞതോടെ ഈ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. ഭാര്യയുടെ ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലയുന്നതിനിടെ തൻ്റെ രോഗാവസ്ഥയെ വകവയ്ക്കാതെ പോരാടുകയാണ് ഈ ഗൃഹനാഥൻ. +2 കഴിഞ്ഞ മകൻ എറണാകുളത്ത് തൊഴിൽ പഠനം തുടരുകയാണ്. വിവാഹിതയായ മകളാണ് അമ്മയെയും അപ്പനെയും പരിചരിക്കാൻ കൂട്ടായി കൂടെയുള്ളത്. ആഴ്ചയിൽ 20,000-ഓളം രൂപ മരുന്നിനും ഡയാലിസിസിനും പരിശോധനകൾക്കുമായി വേണം. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ഈ കുടുംബത്തിന് നമ്മുടെ കരുണ വേണം. അവരുടെ ഭാര്യയ്ക്ക് 1.5 കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു 12,000 രൂപയുടെ അധികം ചിലവ് അവർക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, വാടകയ്ക്ക് താമസിക്കുന്ന സ്വന്തമായ സ്ഥലമോ മറ്റു വീടുകളൊന്നും ഇല്ല. വേറെ വരുമാനം ജോണിയുടെ മാത്രം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ജോണിക്കും ആമാശയത്തിൽ ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇതുവരെ ഇവിടെ എത്തിയത്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് വന്നിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളുടെയൊക്കെ സഹായത്തോടെ തന്നെയാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. ചികിത്സയായാലും ജീവിതമായാലും ഒക്കെ നമ്മുടെ ചെറിയ ചെറിയ സഹായങ്ങൾ പോലും ഇവർക്ക് ഉൾക്കരുത്തും കരുതലുമാകും. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ മണ്ണമ്പേട്ട ശാഖയിൽ 125500006054 എന്ന അക്കൗണ്ട് നമ്പറിലോ 9895847129 എന്ന ജിപേ നമ്പറിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. സമാനതകളില്ലാത്ത രോഗപീഠകളിൽ വലയുന്ന ദമ്പതികൾ ഉദാരമതികളുടെ കനിവ് തേടുകയാണ്. ഇരുവൃക്കകളും തകരാറിലായി 2 വർഷത്തിലേറെയായി ഷൈനി ചേച്ചി ഡയാലിസിസ് തുടരുകയാണ്. ഭാര്യയെ കരുതലോടെ സംരക്ഷിക്കുന്നതിനിടെ ആമാശയത്തിൽ രോഗബാധിതനായ ജോണിച്ചേട്ടൻ തൻ്റെ തൊഴിലായ പെയിന്റിംഗ് തൊഴിൽ ചെയ്യാനാകാതെ ഇപ്പോൾ വലയുന്ന അവസ്ഥയിലാണ്. ആഴ്ചയിൽ 20,000-ലേറെ രൂപ
മരുന്നിനും ആശുപത്രി സന്ദർശനത്തിനുമായി ഇവർക്ക് ആവശ്യമുണ്ട്. ജീവിതവും ജീവനും നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം ആവശ്യമാണ്. ഈ കുടുംബത്തിന് നമ്മുടെ കരുതൽ ആവശ്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയ സന്ദർശകൻ ഗുണ്ട് പൊട്ടിച്ചു. സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു. മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസ് ആണ് ഗുണ്ട് പൊട്ടിച്ചത്. വലതു കൈപ്പത്തി തകർന്ന ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയാണ് ഇയാൾ ഗുണ്ട് പൊട്ടിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ലൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ സൽമാൻ ഫാരിസ് ഉൾപ്പെട്ട സംഘം മുകളിൽ കയറി. ഇതിനിടയിലാണ് യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഗുണ്ട് പൊട്ടിച്ചതത്രേ. റീൽസ് വീഡിയോ ചിത്രീകരിക്കാനാണ് ഗുണ്ട് കയ്യിൽ കരുതിയിരുന്നതെന്നാണ് വിവരം. ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ 048027512262. ചെങ്ങാലൂർ മണ്ണംപേട്ട മാവിൻചുവട് റോഡിൽ ശാന്തിനഗർ മുതൽ മണ്ണംപേട്ട ജംഗ്ഷൻ വരെ കാന കൾവെട്ട് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 19 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. പുതുക്കാട് വടക്കേത്തുറവ് പുതുശ്ശേരി ഷാജുവിന്റെ ഭാര്യ ഷൈനി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. നിക്കി, നയന എന്നിവർ മക്കളും ജിൻഡോ, ബിജോ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പുളിക്കൽ മേരി ജോർജ് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ജോർജാണ് ഭർത്താവ്. റോസിലി, ജിമ്മി, വക്കച്ചൻ, എൽസ എന്നിവർ മക്കളും. വർഗീസ് തോട്ടുങ്ങൽ, തെരേസ, ഗീത പല്ലൻ, ജോസ് വിധേയത്തിൽ എന്നിവർ മരുമക്കളുമാണ്. പാലീക്കര ഊട്ടോളി വാസുവിന്റെ മകൻ തിലകൻ എന്ന നാനോ മണി അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അളഗപ്പ് നഗർ പച്ചളിപ്പുറം പണിക്കത്തുപറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രാധ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വീട്ടുവളപ്പിൽ. സന്തോഷ്, ഷീജ, ജോഷിമോൻ എന്നിവർ മക്കളും. ഷെജി, സുരേഷ്, ചിന്ത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറിയ അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. വേലുപ്പാടം കിണർ സ്റ്റോപ്പിൽ നിന്നും കലവറക്കുന്നിലേക്കുള്ള റോഡിലെ സൗഹൃദ നഗർ മുതൽ പഞ്ഞിക്കാരൻ മൂല വരെയുള്ള ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യം. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 മുതൽ 21 വരെ നടക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി ബുധനാഴ്ച കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റം പലപ്പോഴും അതിരുവിടുന്നുണ്ടെന്ന ആരോപണത്തിനിടെ സൗഹൃദ പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ മനം കവർന്ന മാതാ ബസിന്റെ ജീവനക്കാരെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴി തടഞ്ഞ കബാലി. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് പത്തടിപ്പാലത്തിൽ വെച്ച് കബാലി വാഹനങ്ങൾ തടഞ്ഞത്. തൃക്കൂർ പഞ്ചായത്തിൽ അശരണരായ രോഗികളെ സഹായിക്കുന്നതിനായി യുവാക്കളുടെ സഹകരണത്തോടെ പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മ ആരംഭിച്ചു. തൃക്കൂർ പള്ളിയറയിൽ ആരംഭിച്ച ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.